ഹലോ എവരിവൺ, നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ഫീച്ചേഴ്സ്, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, വിത്ത് എക്സാമ്പിൾസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ അല്ലെങ്കിൽ കമ്പ്യൂട്ടിംഗ് ഡിവൈസസിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയം ത്രൂ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ റിസോഴ്സസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഹാർഡ്വെയർ റിസോഴ്സിനെയും ഷെയർ ചെയ്യാം, സോഫ്റ്റ്വെയർ റിസോഴ്സിനെയും ഷെയർ ചെയ്യാം. പിന്നെ ഡാറ്റ ഈച്ച് അതർ എക്സ്ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നീഡ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം റിസോഴ്സ് ഷെയറിങ്ങിനെയാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രിൻ്റർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ 10 കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 10 കമ്പ്യൂട്ടറിനും ഓരോ പ്രിൻ്റർ വെക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? എല്ലാത്തിനും കൂടെ ഒറ്റ പ്രിൻ്റർ ഷെയർ ചെയ്യാൻ ഇത്തരം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സിസ്റ്റം ത്രൂ പോസിബിളാണ്. അത് വലിയൊരു ബെനിഫിറ്റാണ്. പിന്നെ വരുന്നത് ഈ പ്രൈസ് പെർഫോമൻസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് എന്താണ്, നമുക്കിപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറോ ആൻറ്റിവൈറസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് തന്നെ ആ നെറ്റ്വർക്ക് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിനകത്തും അപ്ലൈ ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് റിലയബിലിറ്റി, സ്കേലബിലിറ്റി എന്നുള്ള പോയിൻറ്റ്സുകളൊക്കെ നമുക്ക് സെപ്പറേറ്റ് തന്നെ വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ പറയാം. റിലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഏത് ഡാറ്റ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ എല്ലാ കമ്പ്യൂട്ടറിനകത്തും സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഡാറ്റ മിസ് ചെയ്താലും മറ്റ് കമ്പ്യൂട്ടേഴ്സിനകത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ആക്സസ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് സ്കേലബിലിറ്റിയാണ്. സ്കേലബിലിറ്റി എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഇതിൻ്റെ പവർ കൂട്ടണമെങ്കിൽ എക്സ്ട്രാ കമ്പ്യൂട്ടേഴ്സോ ഇനി സ്റ്റോറേജ് കൂട്ടണമെങ്കിൽ എന്തെങ്കിലും മെമ്മറി സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ യൂസ് ചെയ്ത് അത് മാക്സിമത്തിലേക്ക് എത്തിക്കാനും കഴിയും. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് ഫെയിലായാലും അത് ആ സിസ്റ്റത്തെ ബാധിക്കാത്ത രീതിയിൽ റിമൂവ് ചെയ്തുകൊണ്ട് പുതിയ കമ്പ്യൂട്ടർ ആഡ് ചെയ്യാനും കഴിയും. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ കമ്മ്യൂണിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വീഡിയോ കോള്, ചാറ്റിങ്, ഇമെയിൽ ആൻഡ് എവരിത്തിങ്. ഇതൊക്കെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ഒരു നീഡ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാനുള്ളത്. പിന്നെ വരുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം കണക്ടിവിറ്റിയാണ്. ഇപ്പോൾ ഈ ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ലിങ്ക് ചെയ്തുകൊണ്ടാണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ഇവിടെ ഡിവൈസസ് ആയിട്ട് കമ്പ്യൂട്ടേഴ്സ് ആവാം, പ്ലസ് സെർവേഴ്സ് ഉണ്ടാകാം, പ്രിൻറ്റേഴ്സ് ഉണ്ടാകാം, ഫോൺസ് ഒക്കെ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കണക്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഇവിടെ നമ്മൾ ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യുന്നത് നെറ്റ്വർക്ക് പ്രോട്ടോകോൾസ് എന്ന പേരുള്ള സം റൂൾസ് യൂസ് ചെയ്തുകൊണ്ടാണ്. നമുക്ക് അങ്ങോട്ട് കുറേ ഡാറ്റ അങ്ങോട്ട് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്തുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡാറ്റയൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിന് എക്സാമ്പിളായിട്ട് TCP, IP എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോട്ടോകോൾസും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്ന ഫീച്ചർ റിസോഴ്സ് ഷെയറിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ഹാർഡ്വെയർസും ഷെയർ ചെയ്യാൻ കഴിയും, സോഫ്റ്റ്വെയർസും ഷെയർ ചെയ്യാൻ കഴിയും, ഫയൽസ് ഷെയർ ചെയ്യാം, പ്രിൻറ്റേഴ്സ് ഷെയർ ചെയ്യാം, ഇൻ്റർനെറ്റ് ആക്സസ് ഒക്കെ ഈസിലി അവൈലബിൾ ആക്കുകയൊക്കെ ചെയ്യും. നെക്സ്റ്റ് പോയിൻ്റ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഡാറ്റ വേണമെങ്കിൽ നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഡിവൈസിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഷെയർ ചെയ്യാൻ കഴിയും. ഇതിനെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയാം. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ ടൈപ്സ് ഒന്ന് നോക്കാം. മെയിനായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന 4 ടൈപ്പുകളാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ടൈപ്സുകളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം തന്നെ LAN ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. ഇത് വീട്, സ്കൂള്, ഓഫീസ് പോലെയുള്ള സ്മോൾ ഏരിയയിൽ കവർ ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് LAN. പിന്നെ വരുന്നത് WAN ഉണ്ട്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് കവർ ചെയ്യുന്നത് ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയാസാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് പോലെയുള്ള കോൺസെപ്റ്റുകളൊക്കെ WAN-ലാണ് വരിക, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. പിന്നെ വരുന്ന MAN ആണ്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇതൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ക്യാമ്പസിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കാണ്. പിന്നെ വരുന്ന PAN ആണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് ബ്ലൂടൂത്ത് ഡിവൈസുകളൊക്കെ പോലെ വളരെ സ്മോൾ ഏരിയ കവർ ചെയ്യുന്ന ടൈപ്പിലുള്ള നെറ്റ്വർക്കുകളാണ്. ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് പോകുമ്പോൾ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈഫൈ നെറ്റ്വർക്ക്, സ്കൂളിലും ഓഫീസിലൊക്കെ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, ഇതൊക്കെ നമുക്ക് എന്തറിയാം?
നമ്മളുടെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ജസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ജസ്റ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, എക്സാമ്പിൾസും പറഞ്ഞു. നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ മാത്രമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് പഠിക്കാനുണ്ട്. അടുത്തായിട്ട് നമുക്ക് നീഡ് ഫോർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓഫ് നെറ്റ്വർക്ക് എന്താണെന്ന് പഠിക്കാനുണ്ട്. അതിനകത്തുള്ള ഓരോ പോയിൻറ്റ്സും, ഇപ്പോൾ റിസോഴ്സ് ഷെയറിങ് ആയിക്കോട്ടെ, പ്രൈസ് പെർഫോമൻസ് റേഷ്യോ, അതുപോലെ നമ്മുടെ റിലയബിലിറ്റി, സ്കേലബിലിറ്റി, കമ്മ്യൂണിക്കേഷൻ, ഇത്രയും കോൺസെപ്റ്റുകളൊക്കെ അതിനകത്ത് പഠിക്കാനുണ്ട്. പിന്നെ പഠിക്കാനുള്ളത് ബാൻഡ് വിഡ്ത്ത്, നോയ്സ്, നോഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട്. ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെർട്ടിക്കുലർ ടൈമിനകത്ത് എത്ര ഡാറ്റ, എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണെങ്കിൽ അത്രയും ഡാറ്റ പാസ് ചെയ്യാൻ കഴിയും. ബാൻഡ് വിഡ്ത്ത് കുറവാണെങ്കിൽ വളരെ കുറച്ച് ഡാറ്റ മാത്രമേ പാസ് ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ നോയ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേഷനെ ഇൻ്ററപ്റ്റ് ചെയ്യുന്ന ഒരു നോയ്സ്, അല്ലെങ്കിൽ അതിന് യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക്കൽ സിഗ്നൽസ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ വരുന്നത് നോഡാണ്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തുള്ള എല്ലാ ഡിവൈസുകളെയും നമുക്ക് എന്ത് പറയാം, നോഡ് എന്ന് പറയാം. അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിജിറ്റൽ ഡാറ്റ രണ്ട് കമ്പ്യൂട്ടറുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുക. പിന്നെ അതിനകത്ത് വരുന്ന കോൺസെപ്റ്റുകൾ, മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻഡർ, റിസീവർ, പ്രോട്ടോകോൾസ്, കമ്മ്യൂണിക്കേഷൻ മീഡിയം, അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റുകൾ. ദെൻ നമ്മൾ ഈ പറയപ്പെടുന്ന ഈ കമ്മ്യൂണിക്കേഷൻ മീഡിയം എന്താണ്, അത് വയേർഡ് ആയിട്ടുള്ള മീഡിയം ആണോ, വയർലെസ് ആയിട്ടുള്ള മീഡിയം ആണോ? ഇപ്പോൾ രണ്ട് രീതിയിലും പോസിബിളാണ്. ഗൈഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയേർഡ് ആയിട്ടുള്ള മീഡിയം ആയിരിക്കും. പിന്നെ അൺഗൈഡഡ് എന്ന് പറയുമ്പോൾ വയർലെസ് ആയിട്ടുള്ള മീഡിയ ആയിരിക്കും. ഇപ്പോൾ വയേർഡ് ആകുമ്പോൾ അതിനകത്ത് ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോആക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്പുകളുണ്ട്. വയർലെസ്സിൻ്റെ കേസ് വരുമ്പോൾ അവിടെ നമുക്ക് റേഡിയോ വേവ്സ്, പിന്നെ ഇൻഫ്രാറെഡ് റേസ്, പിന്നെ മൈക്രോവേവ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ റേഡിയോ വേവ്സിൽ തന്നെ ബ്ലൂടൂത്ത്, വൈഫൈ, വൈമാക്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ടോപ്പോളജീസ്, പിന്നെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ് ഡീറ്റെയിൽഡ് ആയിട്ട്, പിന്നെ പ്രോട്ടോകോൾസ് ഒക്കെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. ജസ്റ്റ് എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് ഇൻ്റർ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയും. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് എഫിഷ്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാഴ്ചവെക്കാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് മാറും, പ്രോസസ്സിങ് വളരെ ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.